ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ കൽപ്പറ്റയിൽ തന്നെ ഒരു പുതിയൊരു ഡീറ്റെയിലിംഗ് സെന്റർ വന്നിട്ടുണ്ട്. വണ്ടീന്റെ വാഹന പ്രേമികൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ബൈപ്പാസിലാണ് ഇതിന്റെ ഒരു സെന്റർ തുടങ്ങിയിട്ടുള്ളത്. അക്വാലൂം എന്നാണ് ഈ ഒരു സെന്ററിന്റെ പേര് വരുന്നത്. നമ്മളപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടി അവിടെ കൊടുത്തിട്ട് പോളിഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു നോക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കൽപ്പറ്റ ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിൻ്റെയൊക്കെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇതിലൂടെ പോകുമ്പോൾ കാണുന്ന റോസോ എന്നൊരു കാർ സ്പാ ഉണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു അക്വാലൂം പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷമാണ് ഇതിനുള്ളിലേക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്യാമറേൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെ വണ്ടി ഓൾമോസ്റ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഗ്രാഫൈനും സെറാമിക് അങ്ങനത്തെ കുറേ കോട്ടിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇത് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്നാലും വണ്ടി നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് കണ്ടുനോക്കാം അല്ലേ. അങ്ങനെയത് നമ്മളിത് വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുന്നേ നമുക്കിവിടെ ഇവിടെയുള്ള ആളെ പരിചയപ്പെടും. ഇതാണ് ഷമീർ. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ പുള്ളിയാണ് ചെയ്യുന്നത്. ഈ പുള്ളിയോട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം ചോദിച്ചു മനസ്സിലാക്കാം. അത് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് ചോദിച്ചു. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുള്ളത്? വണ്ടി ശരിക്കും അത്യാവശ്യം നല്ല വാട്ടർ മാർക്സും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ചെറിയ സെൽ മാർക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ടാറുണ്ട്. വണ്ടിയുടെ സൈഡിലൊക്കെ ടാർ. നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പോളിഷിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാമറി. ഇതിൻ്റെ ഓൾമോസ്റ്റ് നല്ല വർക്കൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ മുന്നിലത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ കാണാൻ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. നല്ലൊരു പിന്നെ പ്രീമിയം കാർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ടൊയോട്ടയുടെ കാറാണിത്. ഇതിൻ്റെ ഓടിക്കാനൊക്കെ ഭയങ്കര സൂപ്പറാണ്. സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് പോലും പുറത്തേക്ക് അറിയില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. ഹൈബ്രിഡാണ്. ഇതിൻ്റെ സൈഡിലുള്ള നോക്കുവാണെങ്കിലും നല്ല ഗ്ലൈസിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ വണ്ടി ഓവറോളൊന്ന് കാണിച്ചു തരാം. ഇനി പിൻഭാഗത്താണെങ്കിലും മൊത്തത്തിലൊന്ന് ഓവറോളൊന്ന് കണ്ടു വരാം. മൊത്തം നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഉള്ളിലാണുള്ളത്. പുറത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രസൻസ് കിട്ടും. ആ കളറിൻ്റെ ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സൂര്യപ്രകാശത്ത് തട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു അടിപൊളിയായിരിക്കും. ഇനി നമ്മളുടെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ വണ്ടിയുടെ കാര്യം A to Z എല്ലാം പറയാൻ പറ്റും. ഇതിൻ്റെ മേലെ ഒരുപാട് വാട്ടർ മാർക്സ് ഒക്കെ വന്നിട്ടുണ്ട്. വാട്ടർ മാർക്ക് ഈ കുഴൽക്കിണറിൻ്റെ വെള്ളത്തൊക്കെ കഴുകിയിട്ട് വരുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പില്ലേഴ്സിലൊക്കെ സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ മാർക്ക് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ ഒരു പശയും ഈ പെയിൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. വാട്ടർ മാർക്സ് ഒക്കെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബമ്പേഴ്സിലും ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലുള്ള സ്റ്റിക്കർ കൂടാണ് ഞാൻ ഈ ഒരു വശത്തും കൂടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശയും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ. ജസ്റ്റ് ഒന്നുകൂടി ചുറ്റി കണ്ടതിന് ശേഷം നമുക്ക് ഇത് പോളിഷ് ചെയ്തത് ശേഷമുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഓവറോൾ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ. നമ്മൾ വാഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പും കൂടി ചോദിച്ചു നോക്കാം. ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞല്ലോ ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ബോഡിയിലുള്ള വാട്ടർ മാർക്സ് നമുക്ക് ക്ലീനിങ്ങും വാഷിംഗും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഇത് ചെയ്തതിന് ശേഷം വാട്ടർ മാർക്സ് പിന്നെ ഈ ടാറില്ലേ, ടാറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോളിഷിംഗിലേക്ക് കിടക്കും. പോളിഷിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ആദ്യത്തെ സ്ക്രാച്ചസ് റിമൂവ് ചെയ്യാം. വലിയ വലിയ സ്ക്രാച്ചസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ചെറിയ കുഞ്ഞ് സ്ക്രാച്ചസ് വരും. കാണാൻ പറ്റില്ല, നമുക്ക് മൈന്യൂട്ടായിട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്ക്രാച്ചസ് ഉണ്ട്. അത് നമുക്ക് സെക്കൻഡ് കോമ്പൗണ്ടിലിട്ട് പിന്നെ നമുക്ക് തേർഡ് നമുക്ക് വാക്സ് ആണോ പിന്നെ ബൂസ്റ്റർ ആണോ എന്താ വെച്ചാൽ കോട്ടിംഗ് ആണോ വെച്ചാൽ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാസ്കിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ റബ്ബർ ഭാഗങ്ങളൊക്കെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ടോപ്പിൽ നല്ല ഇതുണ്ട്. എന്താ നമ്മുടെ ഈ മഞ്ഞത്തൊക്കെ മരത്തിന് മുകളിലൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റെയിൻ അല്ലേ, അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോളിഷ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം അതിലേക്ക് ടൈം വേസ്റ്റ് ആവും. അതുപോലെ ഇതിന്റെ ബോഡിയിലേക്ക് ഒന്ന് കാണിച്ചു വാട്ടർ മാർക്ക് ഇല്ലേ? വാട്ടർ മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ പശേന്റെ പ്രശ്നങ്ങളുണ്ട്. സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അതിന്റെ പശയുണ്ട്. നമുക്ക് ബോഡി മൊത്തം അടിച്ചിട്ട് ക്ലീൻ ചെയ്താല് എവിടെയൊക്കെ വാട്ടർ മാർക്ക് കാണുന്നുണ്ട്. ഗ്ലാസ്സിലെ വാട്ടർ മാർക്ക് നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് വാഷ് ചെയ്യുന്ന ഒന്നുകൂടെ നമ്മൾ ഇത് വാഷ് ചെയ്യുന്ന എടുക്കും. അപ്പൊ ആ സമയത്ത് ഗ്ലാസ്സിലെ വാട്ടർ മാർക്ക് കംപ്ലീറ്റ് അതിന് വാട്ടർ ഗ്ലാസ്സിൽ സെപ്പറേറ്റ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കും. ഇതിന്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇത് ഈ ഒരു പോർഷനൊക്കെ ചെറിയ മാർക്ക് കാണാൻ പറ്റും. എന്താന്ന് ഇരിക്കുന്നത് ക്യാമറയിൽ ഇതൊക്കെ വാഷ് ചെയ്യാൻ വരുന്നത് അല്ലേ. അതാ മാർക്കൊക്കെ പോകും. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുനോക്കാം.
ഇവിടെ അതുപോലെ തന്നെ ഈ പോളിഷിംഗ് കൂടാതെ സെറാമിക്, ഗ്രാഫൈറ്റ് അങ്ങനത്തെ കുറെ കോട്ടിങ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇവരോട് ചോദിച്ചു നോക്കാം. ഇവിടെ മെയിൻ ഏറ്റവും കൂടിയ പോളിഷ് ഏതാ വരുന്നത്? മീൻസ് സെറാമിക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്ക് ഗ്രഫൈൻ കോട്ടിംഗ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഗ്രഫൈൻ കോട്ടിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാല് ചില സ്ക്രാച്ചസ് ഒക്കെ ഓട്ടോമാറ്റിക് ഹീലായി പോകും. വാഷ് ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് ശരിക്കും ഹീലായി വരുന്നത്. വെയിൽ കൊള്ളുമ്പോൾ PPF സ്ക്രാച്ച് ഇതൊക്കെ ഹീലായി പോകുന്ന പറയുന്നത്. PPF എന്ന് പറഞ്ഞ ഫിലിമാണ് ശരിക്കും. നമ്മളെ മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മള് ബൈക്കൊക്കെ ആണ് ഇപ്പൊ ഒരു 3 ബൈക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുക്കുന്നത്. ബൈക്ക് ടാങ്ക് മാത്രം. റിവ്യൂ എങ്ങനെയാ? നല്ല റിവ്യൂ. നമ്മളൊന്ന് നമ്മുടെ നിംസിലുള്ള ഡോക്ടർ വണ്ടിയാണ് ചെയ്തത്, ഒരു ബുള്ളറ്റിന്റെ റോയൽ എൻഫീൽഡ്. പിന്നെ ഒരു ഹിമാലയ ചെയ്തിട്ടുണ്ട്. ഈ കാറിന്റെ PPF സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ 10 ഇയർ വാറന്റിയിലാണ് ചെയ്യുന്നത്. ലോക്കൽ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നില്ല. 3 ഇയർ വാറന്റിയിൽ ഉണ്ട്, പക്ഷെ മെറ്റീരിയൽ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്നു. 10 ഇയർ ആകുമ്പോഴത്തേക്കും പിന്നീട് നമ്മളത് റിമൂവ് ചെയ്യുന്ന സമയത്ത് വേറെ വലിയ പ്രശ്നമൊന്നും. അപ്പൊ ഈ ഒരു കാറിന് PPF വരുവാണെങ്കിൽ ഏകദേശം അത്ര റേറ്റ് വരും ബഡ്ജറ്റ്? ഏത് ഈ വണ്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60 രൂപ റേഞ്ച്. 60-അടുത്ത് വരും. ഹാച്ച് ബാക്ക് ആണെങ്കിൽ. സെഡാൻ ആണെങ്കിൽ മീൻസ് ഒരു ഹോണ്ട സിറ്റി റേഞ്ചിലാണ്. നമുക്ക് എന്താ പറയുക, വണ്ടിയുടെ വലിപ്പം വെച്ചിട്ടാണ് ശരിക്കും ഇത് വരുന്നത്. ചില വണ്ടിയുടെ കർവ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത്, വേസ്റ്റേജ് വരുന്നത്, അതൊക്കെ നോക്കിയിട്ട് ശരിക്കും PPF നമ്മൾ റേറ്റ് പറയാം. വണ്ടിയുടെ ഷേപ്പ് നോക്കിയിട്ട് ശരിക്കും റേറ്റ് പറയാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലിമിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. കാരണം ഫിലിമിന് നമുക്ക് റോളിന് തന്നെ ഏകദേശം ഒരു 35-40 റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോ ഒരു റോൾ വെച്ചിട്ട് നമുക്ക് ഒരു വണ്ടി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. വണ്ടിയുടെ കർവ് നമ്മൾ ഈ ഷേപ്പ് അനുസരിച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊട്ട് പുറത്തുനിന്ന് ചെറിയൊരു റോഡ് പണി നടക്കുന്നത്, അതിന്റെ സൗണ്ട് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് അത് നമ്മൾ കെമിക്കൽ ചെയ്തല്ലേ, നമ്മൾ മെറ്റീരിയൽ അടിച്ചതുകൊണ്ട് അതിന്റെ ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നു. അതായത് വാട്ടർമാർക്ക് പോകാൻ വേണ്ടി നമ്മൾ അടിച്ച സാധനം ക്ലീൻ ചെയ്യാണ് ഈ സ്റ്റെപ്പ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ വാട്ടർമാർക്ക് മൂലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെ ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം റോപ്പസിന്റെ ആണ്. അതിൽ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ റോപ്പസിന്റെ മൈൽക്രോസ് ആണ്. ഫസ്റ്റ് കോമ്പൗണ്ട് ഇത്, അതായത് നേരത്തെ പറഞ്ഞ ആ വലിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് ആയിട്ട് എടുക്കുന്ന റോപ്പസിന്റെ തന്നെയാണ് മൈൽ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ സ്ക്രാച്ചസും റിങ്കിളൊക്കെ ചെറിയ നമ്മുടെ ഏഷ്യൽ മാർക്സ് വാഷ് ചെയ്യുമ്പോൾ വരുന്ന മാർക്കൊക്കെ പോകാനായിട്ട്. അത് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കും. അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോസ്റ്റ്ലി ഉള്ള സാധനമാണ്. നമുക്ക് ഒരു 1 ഇയർ വരെയൊക്കെ നമുക്ക് ബോഡി ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഇതിലാണ് പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഇടാൻ പോവാണ്. ഇതില് പിന്നെ നമ്മള് ഈ സെറാമിക്, ഗ്രാഫൈറ്റ് ഒക്കെ പറഞ്ഞില്ലേ, ഈ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ഇത് തന്നെയാണോ? അതായത് നമ്മൾ വണ്ടി നമ്മൾ കോട്ട് ചെയ്യാനെങ്കിലും നമ്മളിപ്പോ PPF ആണെങ്കിൽ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഫുള്ള് പോളിഷ് ചെയ്യും. അതായത് ഈ ഒരു 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. മൂന്നാമത്തെ നമ്മൾ പറയുന്ന സ്റ്റെപ്പ് വാക്സിന് പകരം ഏത് കോട്ടിംഗ് ആണോ PPF ആണോന്ന് വെച്ചാൽ നമ്മൾ മാറിയിരിക്കും. PPF ആണെങ്കിൽ ഇത് വേണം. PPF ആണെങ്കിൽ നമ്മൾ ചെയ്യണം. അപ്പൊ ആദ്യം സ്ക്രാച്ചസ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ബോഡി പെയിന്റ് കറപ്ഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ചെയ്യണം. ഇവിടെ ഇപ്പം ഗ്രാഫൈറ്റ്, സെറാമിക്, PPF ഉണ്ട്, നാനോ ഡയമണ്ട് ഉണ്ട്. നാനോ ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കോട്ടിംഗ് തന്നെയാണ്, പ്രീമിയം കോട്ടിംഗ്. അതായത് നമ്മളെ ഗ്രാഫൈൻ കഴിഞ്ഞിട്ട് വന്ന കോട്ടിംഗ്. മേലെയുള്ളതാണോ? ഗ്രാഫൈന്റെ മേലുള്ളതാ. പക്ഷെ എല്ലാം ഹൈഡ്രോഫോബിക് ആണ്. പിന്നെ ചിലതിൽ മാത്രം വന്നിട്ട് വാട്ടർ മാർക്സ് പിടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെറാമിക് കോട്ട് ഉപയോഗിക്കുന്നതാണ് അഡക്സോടെ ആണ് പ്രോഡക്റ്റ്. പിന്നെ അതെ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ലാസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പം ഇത് സെറാമിക് കോട്ട്. അതുപോലെ നമ്മൾ നാനോ ഡയമണ്ട് ഉപയോഗിക്കുന്നത് ഡയമണ്ട് പ്രോട്ടക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അതെ, നാനോ ഡയമണ്ട് കോട്ടിംഗ്. പിന്നെ അതിന്റെ തന്നെ ഗ്രാഫൈൻ കോട്ടും സെയിം തന്നെയാണ്. ഗ്രാഫൈനും പിന്നെ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ബോറോഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിങ്. ബോറോഫൈൻ, അതെ. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന സാധനം. ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഒരു തിക്നെസ് കൂടിയാലും നമുക്ക് ഫീൽ ചെയ്യും. മീൻസ് അതായത് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ, അതായത് ക്ലിയർ കോട്ടിന് കുറച്ചുകൂടെ തിക്നെസ് ആയിട്ട് നമുക്ക് തോന്നും. കുറച്ചുകൂടെ നല്ല. ഇതിന് എത്ര കോസ്റ്റ് വരുന്ന ഒരു ഹാച്ച് ബാക്ക് ആണെങ്കിൽ? നമ്മൾ ഹാഷ് ബാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ചെയ്യുമ്പോൾ ഒരു 40 രൂപ റേഞ്ച് വരും. നമ്മൾ വാറന്റി ഉണ്ടാവും. 3 ഇയർ വാറന്റി, 3 ഇയർ +2 ഉണ്ടാവും. അതായത് 5 ഇയർ വാറന്റി ഉണ്ടാവും എല്ലാ സാധനവും. എല്ലാതും. PPF ആണെങ്കിൽ 10 ഇയർ. അതെ, PPF ആണെങ്കിൽ 10 ഇയർ വാറന്റി. 10 ഇയർ വാറന്റി കൊടുക്കും. അപ്പൊ നമ്മളിത് ഫസ്റ്റ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന വണ്ടിയിലേക്ക്
ബോണറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോണറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഏകദേശം ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 2.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ടൈം പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് മുഴുവനായിട്ട് എടുക്കുന്ന വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകും. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ നോക്കാം. അപ്പം ഫസ്റ്റ് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതിന്റെ ഒരു എഫക്റ്റ് ആണിത്. ഈ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള പോർഷനാണ്. ക്യാമറയിൽ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിന്റെ ലെയറിങ് അത് കഴിഞ്ഞു. അതായത് കോമ്പൗണ്ട് ഫസ്റ്റ് കോമ്പൗണ്ട് ഇട്ടിട്ട് മൊത്തം ക്ലിയർ ചെയ്തു. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് ഇട്ടിട്ടാണ് അടുത്ത ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ആ സെക്കൻഡ് കോമ്പൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് കോമ്പൗണ്ട്. കുറച്ചുകൂടെ നല്ല ക്രീം പോലെ നല്ല ക്രീം ആയിരിക്കും. അത് ഫൈനായിട്ടുള്ള ഇത് പോകണ്ടില്ല, ചെറിയ ചെറിയ ഇതെല്ലാം പോകാനുള്ള ആണ് നമ്മൾ ഈ ബോണ്ട് തുടങ്ങുവാണ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇത് അടുത്ത ഇത് ശരിക്കും ഒരു ബൂസ്റ്റർ ആണ്, നമ്മളെ പെയിന്റിന്റെ ബൂസ്റ്റർ ആണ്. നമുക്കൊരു ഹൈഡ്രോഫോബിക് എഫക്റ്റും പിന്നെ വാട്ടർ കണ്ടന്റ് ഒക്കെ പിടിക്കാൻ സ്റ്റെയിനും കാര്യങ്ങളൊന്നും പിടിക്കാതെ മാക്സിമം പെയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ ഈ ക്രീമിന്. സ്മെല്ലും ഉണ്ടല്ലേ? നല്ലത് നല്ലതാണ്. നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത് ചെയ്തത്. ഇത് രണ്ട് ഫിനിഷിങ് വരുന്നുണ്ട്. ശരിക്കും ഒരു വെള്ളം വീണാലും ബോഡിയിൽ നിൽക്കൂല. അതുപോലെ പൊടികളില്ലേ, പൊടിയൊന്നും അങ്ങനെ നിൽക്കൂല. പൊടിയൊന്നും നിൽക്കൂല. അത് രണ്ടാമതേക്കും അങ്ങ് പോക്കോളും. നമ്മൾ ജസ്റ്റ് വെറുതെ തുടച്ചു കൊടുത്താലും മതി. തുടച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവുമല്ലോ, ഒന്നാവില്ല, പോക്കോളും. അപ്പോൾ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2000 തൊട്ട് ഇതിന്റെ പോളിഷിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പോളിഷിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വണ്ടീന്റെ കണ്ടീഷൻ അനുസരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തു തരും. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണെങ്കിലാണ്. പിന്നെ ബാക്കിയുള്ള കോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഈ ഒരു കടയുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റിവീൽ ചെയ്യാം. റിവീൽ ചെയ്ത് കാണാൻ വേണ്ടി അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഫൈനൽ ഫിനിഷിങ് വരുന്നത്. അതിനുശേഷം അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇതുണ്ട്, ലൈറ്റിന്റെ മേലെയാണ് കാണിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി, കാരണം നമ്മൾ തുടങ്ങാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഇത്ര ഡിലേ ആയത്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ടച്ച്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലും നല്ല രീതിയിൽ പ്രസൻസ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി കാണാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടി പോളിഷ് ചെയ്തതിന്റെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾ ഈ ഒരു എഫക്ട് എങ്ങനെയുണ്ട്, അതായത് പോളിഷ് ചെയ്യുന്ന ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.